മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീരിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 542 പുരുഷ വോട്ടർമാരും 608 സ്ത്രീ വോട്ടർമാരുമടക്കം 1150 വോട്ടർമാരുള്ള 11ാം വാർഡായ ആസാദ് റോഡ് വാർഡ് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നിന്നും കക്കാട്ട് ടെമ്പിൾ റോഡ് വഴി പെരുന്തോട് വഴി മുരിയാട് പഞ്ചായത്ത് അതിർത്തി വരെയും, കിഴക്ക് മുരിയാട് കായൽ പെരുന്തോടും, തെക്ക് മുരിയാട് കായൽ പെരുന്തോട് മുതൽ ആസാദ് റോഡ് വഴി ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയും, പടിഞ്ഞാറ് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ കക്കാട്ട് ശിവക്ഷേത്രം റോഡ് വരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് അശ്വിൻ കളക്കാട്ട്, UDF സ്ഥാനാർത്ഥിയായി മഞ്ജു സജത്, NDA സ്ഥാനാർത്ഥിയായി ലിജി ഷൈജു എന്നിവരുമാണ് ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പിനകത്ത് ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ 25 വർഷ കാലയളവായിട്ട് ഇരിങ്ങാലക്കുട നഗരസഭയ്ക്കകത്ത് വികസന മുരടിപ്പ് കേരളത്തിലെ തന്നെ മറ്റു പല മുനിസിപ്പാലിറ്റികളും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് ഇരിങ്ങാലക്കുട പട്ടണം പോലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശത്തിനകത്ത് നല്ല റോഡുകളോ അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള കുടിവെള്ള പദ്ധതികളോ ഇതിനപ്പുറത്തേക്ക് വലിയ വികസന സ്വപ്നങ്ങളിലേക്ക് എത്താൻ നമ്മുടെ നാടിന് സാധിച്ചിട്ടില്ല. ആ വികസന പദ്ധതികളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുക, നാടിന് കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും പ്രാദേശിക വിഷയങ്ങൾക്ക് ഉൾപ്പെടെ പ്രാദേശിക വിഷയങ്ങളല്ലാതെ മറ്റു പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചാ വിഷയങ്ങളായിട്ട് വരും. രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ കേരളത്തിനകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം, ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷ കാലയളവായിട്ട് നമ്മുടെ കേരളത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരവധിയാർന്ന വികസന പദ്ധതികൾ, മികച്ച അംഗനവാടികൾ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിലൂടെ നിരവധിയാർന്ന ആളുകൾക്ക് സ്വന്തം വീട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മറ്റു ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ ശിശുക്കൾക്ക് പോഷകാഹാരം, അതിൽ നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ നടത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ, അതായത് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മറ്റ് UDFന്റെ ഗവൺമെന്റ് എല്ലാം ഭരിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ ആളുകൾ ദുരിതം അനുഭവിച്ചിരുന്നതെന്ന് 18 മാസം കുടിശ്ശികയായിരുന്ന പെൻഷൻ ഇന്ന് വർദ്ധിപ്പിച്ച് 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതെല്ലാം തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പിനകത്തും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭ, കഴിഞ്ഞ 5 വർഷത്തെ നല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 25 വർഷമായി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDFന്റെ അധികാരികൾ നമ്മുടെ നഗരസഭയെ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് അവർക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പട്ടണത്തിനകത്തെ റോഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ പട്ടണത്തിനകത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ പള്ളികളിലേക്ക് പോകുന്ന സാഹചര്യത്തിലോ എന്ത് ആവശ്യത്തിന് പട്ടണത്തിലേക്ക് ഇറങ്ങിയാലും ഒരു നടുവേദനയായിട്ടല്ലാതെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം അത്രയും ശോചനീയമാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റോഡും കുടിവെള്ളവും വെളിച്ചവും അല്ലാതെ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നിരവധിയാർന്ന പദ്ധതികൾ ഇരിങ്ങാലക്കുട പോലെയുള്ള ഒരു പ്രദേശത്ത് മികച്ച അംഗനവാടികൾ, മികച്ച തൊഴിലിടങ്ങൾ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ നഗരസഭ ഭരിച്ച ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് കഴിഞ്ഞ 5 വർഷവും നടന്നിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം നഗരസഭയുടെ ഭരണം എന്ന് പറയുന്നത് വളരെ ശോചനീയമായിട്ടാണ് മനസ്സിലാക്കുന്നത്. വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്ന വിഷയം എന്ന് പറയുന്നത് വാർഡിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് തേൻകുളത്തിൻ്റെ നവീകരണമാണ്. അവിടെ ശുചീകരിക്കാനും അതുപോലെ തന്നെ ആ തേൻകുളം നീന്തൽ പരിശീലനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വിട്ടുകൊടുക്കാനും, അതുപോലെ അവിടെ ഒരു നടപ്പാതയും അത് സാധ്യമാകുന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ജിമ്മും സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ വാർഡിനകത്ത് അടുക്കള കൃഷി തോട്ടം പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കണം. അതുപോലെ ഒരു മികച്ച അംഗനവാടി, നമ്മുടെ വാർഡിനകത്ത് ഒരു മികച്ച അംഗനവാടി നമുക്ക് നിലവിലില്ല. ആ ഒരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മികച്ച അംഗനവാടി, അതിന് ആ അംഗനവാടിയിലെ അധ്യാപകർക്ക് വേണ്ട പരിശീലനവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. പിന്നെ ചിലയിടങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത്തരം പ്രശ്നങ്ങളിലേക്ക് കിടക്കണം. പിന്നീട് എന്തൊക്കെയാണ് ഇതുപോലെ തന്നെ നമ്മുടെ വാർഡിനകത്ത് ആളുകളുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി തുടർന്നുള്ള പദ്ധതികൾ കൂടെ നടപ്പിലാക്കണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഈ വാർഡിൽ ബിജുപൂർ അക്കരക്കാരൻ നമ്മുടെ ഈ വാർഡിൽ 5 വർഷം നമുക്ക് കൗൺസിലറായി നിന്നിരുന്നു. എല്ലാവർക്കും 100% ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അർഹതപ്പെട്ടത് എല്ലാ കാര്യങ്ങളും അവർക്ക് നാട്ടിലുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ
അതേപോലെ അതിൻ്റെ പോലെ തന്നെ ഞാൻ എല്ലാവർക്കും അർഹതപ്പെട്ടവർക്കും തുടങ്ങി എല്ലാവർക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളും ഞാനിവിടെ ചെയ്തിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ഈ നാട്ടിലുള്ളവർക്ക് എന്നിൽ നിന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കും. കഴിഞ്ഞത്തെ വർഷത്തെ ഭരണത്തിനെ കുറിച്ച് പറയുന്നേക്കാൾ നല്ലത് നമ്മളിപ്പോൾ വരാൻ പോകുന്ന ഭരണത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ MP ജാക്സൺ ചേട്ടൻ നമ്മൾ ചെയർമാനായിട്ട് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ആളുടെ ഒപ്പം തന്നെ കൂടെ നിന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഈ നാടിന് അതൊക്കെ നമ്മൾ കൂടെ നിന്ന് നമ്മൾ ചെയ്തിരിക്കും. ഈ വാർഡിൽ നമുക്ക് കുറച്ച് നായശല്യങ്ങളുണ്ട്, അപ്പോൾ അത് നമുക്കതിന് പരിഹരിക്കും. പിന്നെ വഴിവിളക്കുകൾ അത് നമുക്ക് ഒരു ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാം വഴിവിളക്ക് തെളിയുന്നുണ്ട്, എന്നാലും തെളിയാത്തൊക്കെ അത് നമ്മൾ ക്ലിയറാക്കും. പിന്നെ റോഡുകൾ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയറാക്കും. കുടിവെള്ളം ഇല്ലാത്ത ചെറിയ ചെറിയ ഏരിയകളിൽ കുറച്ച് വെള്ളത്തിന് പ്രശ്നമുണ്ട്, അത് നമ്മൾ പരിഹരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരുപാട് പദ്ധതികൾ പാവപ്പെട്ട ജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളും കൗൺസിലർമാരും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. പെൻഷൻ്റെ കാര്യമായാലും കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിൻ്റെ കാര്യമായാലും മറ്റ് കുറേ ഇൻഷുറൻസ് കുറേ അധികം പദ്ധതികൾ ഉണ്ട്. അതൊന്നും ഈ മറ്റുള്ള കൗൺസിലർമാരൊന്നും ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഇവരെത്തിച്ചു കൊടുക്കണില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, വെളിച്ചത്തിൻ്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാം പിന്നെ റോഡുകൾ ടാർ ചെയ്യാത്ത കുറേ റോഡുകളുണ്ട് ഈ 11ാം വാർഡിൽ. അതെല്ലാം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവർക്ക് നേടിക്കൊടുക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ഓരോ വീടുകളിലും അർഹരായവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. നഗരസഭ ഭരണത്തെ വിലയിരുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ പാവപ്പെട്ടവർ പോയി അവിടെ പറഞ്ഞാലും അവർക്ക് അതൊന്നും സാധിച്ചു കൊടുക്കാത്തൊരു ഭരണമായിരുന്നു ഈ 5 വർഷക്കാലം. കൗൺസിലർമാരായാലും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ വീടുകൾക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ റോഡുകൾ, പിന്നെ കുളം നവീകരണം, തേങ്കുളം നവീകരണം, പിന്നെ മൂന്നാമത്തേത് ലൈറ്റുകൾ ഇടാം, പിന്നെ സുരക്ഷാ ക്യാമറകൾ വയ്ക്കുക. ഈ ആസാദ് റോഡ് എന്ന 11ാം വാർഡിന് സുരക്ഷാ ക്യാമറകൾ വയ്ക്കുക. പിന്നെ പാവപ്പെട്ടവർക്കുള്ള പദ്ധതികൾ അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുക. വെള്ളമായാലും വെളിച്ചമായാലും എല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് പ്രധാന ലക്ഷ്യം.